ഇന്നലെ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ സംസാരിച്ചതാണ് പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തെക്കുറിച്ച്. അതിൽ ഒരാളെ പോലീസ് സംശയിക്കുന്നുണ്ട്. ആരാണ് സംശയിക്കുന്ന ആൾ എന്ന തരത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഷീജ കൂടെ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഷീജ, ഏത് രീതിയിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? എങ്ങനെയൊക്കെയാണ് CCTV-കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതീവ സുരക്ഷാ മേഖലയാണ്. അപ്പോൾ അതീവ സുരക്ഷാ മേഖലയിൽ ഇത്തരത്തിലൊരു മോഷണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും സംശയിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. എന്താണ് പോലീസിന്റെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ പുരോഗതി? ഏതായാലും പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഈ ആനക്കൊമ്പിന്റെ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈനിക ക്യാമ്പിനുള്ളിലുള്ള ഒരാളെ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. പ്രതി സൈനിക ക്യാമ്പിനുള്ളിലുള്ള ആൾ തന്നെയാണ് എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ സംശയിക്കുന്ന ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുകയാണ്. വിരലടയാള വിദഗ്ധരും അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവും അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളം ഇതിനകം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരമാവധി വേഗത്തിൽ തന്നെ തെളിവ് ശേഖരണം നടത്തി അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഏതായാലും ഈ സൈനിക ക്യാമ്പിനുള്ളിലെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഈ ആനക്കൊമ്പുകൾ മോഷണം പോയത്. അതേ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിൽ അന്വേഷണം ആരംഭിച്ചത്.